32 വർഷം ജോലി കഴിഞ്ഞ് ആൻഡ്രൂസ് ഇന്ന് വിരമിക്കുകയാണ്. അതിൻ്റെ ചടങ്ങ് ജയിലിൽ നടക്കുന്നു. ആൻഡ്രൂസ് പറഞ്ഞു, തെറ്റ് ചെയ്തവരും ചെയ്യാത്തവരും, അറിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് വീഴുന്നവരും പലതരം ആൾക്കാരും ഈ ജയിലിലുണ്ട്. ആൻഡ്രൂസിന് വിക്രമിനെ വലിയ കാര്യമായിരുന്നു. വിക്രമിനെ കുറിച്ച് ആൻഡ്രൂസ് പറഞ്ഞു, ജയിലിൽ വന്നിട്ട് സമയം കളയാതെ പഠിച്ച് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി പുറത്തു പോകുമ്പോൾ അയാളെ കാത്ത് നല്ലൊരു ഭാവി ജീവിതം കാത്തിരിക്കുന്നുണ്ട് എന്ന് ആൻഡ്രൂസ് പറഞ്ഞു. എന്നിട്ട് വിക്രമിനോട് സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. തനിക്ക് കിട്ടിയ പൊന്നാട വിക്രമിനെ അണിയിച്ച് വിക്രമിനോട് യാത്ര പറഞ്ഞ് ആൻഡ്രൂസ് പുറത്തേക്ക് പോയി. DYSP നരേന്ദ്രൻ ശങ്കരനാരായണനെ കാണാൻ വീട്ടിലേക്ക് ചെല്ലുന്നു. ശങ്കരനാരായണൻ പറഞ്ഞു, വന്ന വിവരം ഞാൻ അറിഞ്ഞു, പക്ഷെ കാണാൻ പറ്റിയില്ല, ഓരോ തിരക്ക് കാരണം. നരേന്ദ്രനും തിരിച്ചു പറയുന്നുണ്ട്, എനിക്കും തിരക്കായിരുന്നു, ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ കാണാൻ വന്നതാണ്. നരേന്ദ്രൻ പറയുന്നുണ്ട്, ചാലക്കുടിയിൽ ഒരു തട്ടിപ്പ് സംഘം, അതിൻ്റെ പിന്നാലെയായിരുന്നു ഞാൻ ഇത്ര ദിവസം. 2-3 സെൻറ്റ് സ്ഥലമുള്ളവർക്ക് ലക്ഷങ്ങൾ കൊടുത്ത് അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങുക, അങ്ങനെ 100ഓളം പേരെ പറ്റിച്ചു. ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, ഒരു ഫെർണാണ്ടസും മകൻ ജോബിയുമല്ലേ? ഫെർണാണ്ടസിനെ അറസ്റ്റ് ചെയ്തല്ലോ? നരേന്ദ്രൻ പറഞ്ഞു, ആ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അവരുടെ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ ലാപ്ടോപ്പും മറ്റും കണ്ട കൂട്ടത്തിൽ ഒരു ക്യാമറയും കണ്ടു. ശങ്കരനാരായണൻ ചോദിച്ചു, ക്യാമറയോ? നരേന്ദ്രൻ, ആ, കാട്ടിൽ സ്ഥാപിച്ചതാണ്. മൃഗങ്ങൾ വരുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു 5 ക്യാമറ കാട്ടിൽ സ്ഥാപിച്ചിരുന്നു. അതിൽ ഒന്ന് കാണാതായി. ആ കാണാതായ ക്യാമറയാണ് ജോബിയുടെ വീട്ടിലുള്ളത്. അന്ന് കൊലപാതകം നടന്ന സ്ഥലത്തുള്ള ക്യാമറയാണ്. അതിൽ എല്ലാം പതിഞ്ഞിട്ടുണ്ട്. ആ ക്യാമറ നിങ്ങൾക്ക് സഹായകമാകും വിക്രമിനെ പുറത്തു കൊണ്ടുവരാൻ. ശങ്കരനാരായണൻ ചോദിച്ചു, ആ ക്യാമറ എവിടെയുണ്ട്? അത് എൻ്റെ പക്കലുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നരേന്ദ്രൻ തിരിച്ചുപോയി. ശങ്കരനാരായണൻ ജയിലിലേക്ക് പോകുന്നു വിക്രമിനെ കാണാൻ. വീണ്ടും കേസ് വിചാരണയ്ക്ക് എടുക്കണമെന്ന് ഹൈക്കോടതിയോട് അപേക്ഷിക്കാൻ. വിക്രം ചോദിച്ചു, വേണോ ഇനി? ശങ്കരനാരായണൻ പറയുന്നുണ്ട്, വേണം. ശങ്കരനാരായണൻ പറഞ്ഞു, വർഷങ്ങളോളം കഴിഞ്ഞിട്ട് കേസ് ജയിച്ചു വരുന്നവരുണ്ട്, അതുപോലെയായിരിക്കും ഈ കേസും. വിക്രം ചോദിച്ചു, ഇവിടുന്ന് തോറ്റിട്ട് ജോലി വേണ്ട വെച്ച് പോയതല്ലേ എന്ന്, വീണ്ടും ഈ കേസ് വിചാരണയ്ക്ക് എടുക്കണോ എന്ന്. ശങ്കരനാരായണൻ പറഞ്ഞു, ഇതിലൊന്ന് ഒപ്പിട്ട് തരാൻ. എന്നിട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ വിക്രം ചോദിച്ചു, വേദയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ എന്ന്. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നീ പുറത്തു വരുമ്പോൾ തീർച്ചയായും അവൾ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. തരുൺ പോലീസ് ഓഫീസറായിട്ട് തമിഴ്നാട്ടിൽ ചാർജ് എടുത്തു. ലഹരി മാഫിയക്കെതിരെ പോരാടാനാണ് തരുൺ ഇങ്ങോട്ട് വന്നത്. വേദ സബ് കളക്ടറായിട്ട് തമിഴ്നാട്ടിൽ ചാർജ് എടുക്കാൻ പോകുന്നു. വേദയും ലഹരി മാഫിയക്കെതിരെയാണ് പോരാടാൻ പോകുന്നത്. ഓക്കെ, ബൈ.